സ്വർണത്തിന്റെ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിക്കൂലിയും എല്ലാം കൂടി ചേർത്ത 1 പവൻ സ്വർണം ആഭരണമാക്കി മാറ്റണമെങ്കിൽ വലിയ ചെലവാണ് വരാനിരിക്കുന്നത്. നമുക്ക് സ്വർണം ആഭരണമാക്കി മാറ്റുന്നതിനെ അങ്ങ് മാറ്റി നിർത്താം. എൻ്റെ അഭിപ്രായത്തിൽ സ്വർണം വാങ്ങുന്നത് ആഭരണമാക്കി മാറ്റാനായിരിക്കരുത്, നമ്മുടെ നിക്ഷേപം എന്ന രീതിയിലായിരിക്കണം. വളരെ കുറച്ച് സ്വർണം മാത്രമേ ആഭരണമാക്കി മാറ്റാവൂ. കാരണം ആഭരണമാക്കി മാറ്റുന്ന സ്വർണം ഏത് സമയത്ത് തിരിച്ചു വിൽക്കാൻ ചെന്നാലും വലിയ വാല്യൂ നഷ്ടമാണ് നമുക്കുണ്ടാവുക. അപ്പം നമ്മൾ ഉപഭോക്താവ് എന്ന രീതിയിലോ നിക്ഷേപകർ എന്ന രീതിയിലോ ഏത് തരത്തിലാണ് സ്വർണത്തെ കാണേണ്ടത് ഉപഭോക്താവായിട്ട് തന്നെയാണ്. പക്ഷേ ഒരു നിക്ഷേപക ഉപഭോക്താവായിട്ട് വേണം സ്വർണത്തെ കാണാൻ. അതല്ലാതെ ആഭരണ ഉപഭോക്താവായിട്ട് നാം സ്വർണത്തെ സമീപിക്കരുത്. അങ്ങനെ സമീപിച്ചാൽ നമ്മുടെ തലമുറകൾ നാം ഉണ്ടാക്കി വെക്കുന്ന വലിയ പണിക്കൂലി എല്ലാം കൊടുത്ത് സ്വർണ്ണാഭരണമാക്കി സൂക്ഷിച്ചു വയ്ക്കും. വല്ലപ്പോഴും എടുത്ത് അണിഞ്ഞാലായി, അണിഞ്ഞില്ലെങ്കിലായി. അണിയുന്നത് സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നത് വലിയ അപകടമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം സ്വർണത്തിന്റെ വില തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമുക്ക് തലയുമായി തിരിച്ചു വരണമെങ്കിൽ, ജീവനുമായി തിരിച്ചു പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കഴിവതും സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ ഒന്നും വേണ്ട എന്ന് വയ്ക്കുന്നത് തന്നെയാണ്. സൗന്ദര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്തെല്ലാം തരം ആഭരണങ്ങൾ, ഇതാ ഒരു വെള്ളി ആഭരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നു. ഇതുപോലെ എന്തെല്ലാം തരം ആഭരണങ്ങൾ നമുക്ക്, വെള്ളിയും വേണ്ട, ഇപ്പൊ വെള്ളിയും അപകടകരമാണ് കേട്ടോ. ഇപ്പൊ ഏറ്റവും നല്ലത് മറ്റ് തരത്തിലുള്ള വില കുറഞ്ഞ പേൾസും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങളാണ് നല്ലത്, എന്തെങ്കിലും ഒന്ന് കഴുത്തിൽ കിടക്കണം എന്ന് വിചാരമുണ്ടെങ്കിൽ. അപ്പൊ മിനിമം സ്വർണമേ ആഭരണമാക്കി മാറ്റാവൂ. ബാക്കി സ്വർണം മുഴുവനും നമുക്ക് വരും കാലങ്ങളിലേക്കുള്ള ഒരു നിക്ഷേപമായിട്ട് തന്നെ കണക്കാക്കി വേണം എഴുതാൻ. അതുകൊണ്ടാണ് ഞാൻ സ്വർണത്തിന്റെ പണിക്കൂലിയെ പറ്റിയൊന്നും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ എന്താണ് ഈ സ്വർണത്തിന്റെ വിലയിൽ ഇത്ര രൂപ വരെ 1 പവന്റെ വില എത്തിച്ചേരാനുള്ള കാരണം എന്താണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ വർഷത്തെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്കൊന്ന് നോക്കാം. എക്സ്പോർട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പോർട്ട്സ് അതായത് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ട്സിൽ ഉണ്ടായ വളർച്ച ഈ വർഷം 2025 നമ്മുടെ കയറ്റുമതിയിലുണ്ടായ ആകെ വളർച്ച 4.8% മാത്രമാണ്. ഇനി അതിൽ തന്നെ മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്ന് പറയുമ്പോൾ അതിനകത്ത് തൊഴിൽ ഉൽപ്പന്നങ്ങളാകാം, മറ്റേ നമ്മുടെ ഫിഷ് ഉൽപ്പന്നങ്ങളാകാം, കൊഞ്ചാകാം, അതുപോലെ തന്നെ വജ്ര സ്വർണ്ണ ആഭരണങ്ങളാകാം, വസ്ത്രങ്ങളാകാം, എന്തുമാകാം. ഇങ്ങനെയൊക്കെയുള്ളതിനെയാണ് മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെർക്കൻഡൈസ് എക്സ്പോർട്ട്സിൽ ഉണ്ടായ വളർച്ച 0.6% ആണ്. അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചതിന്റെ കാര്യം ഈ പറയുന്നത് 0.6% വളർച്ച ഉണ്ടായിട്ടുള്ളൂ. ഇനി സർവീസ് എക്സ്പോർട്ട്സ് ആണെങ്കിലോ 9.75%. അപ്പൊ ഈ സേവന കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും കൂടിയ കയറ്റുമതി മേഖല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്നു കയറ്റുമതി പൊതുവെ ഈ വർഷം വളരെ അഫക്റ്റഡ് ആയിരുന്നു. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ കയറ്റുമതി ഉണ്ടായില്ല. ആകെ കയറ്റുമതിയിലുണ്ടായ ഗ്രോത്ത് 4.8% ആണ്. അതിൽ തന്നെ സേവന മേഖലയിലാണ് വലിയ തോതിൽ കയറ്റുമതി നടന്നിട്ടുള്ളത്. അതായത് ഈ വളർച്ചയുടെ പ്രധാന ചുക്കാൻ പിടിച്ചത് സേവന മേഖലയാണ് എന്നർത്ഥം. അതേ സമയത്ത് എന്താണ് ഇറക്കുമതി എന്നൊന്ന് നോക്കാം നമുക്ക്. ഇറക്കുമതിയിൽ ആകെ ഉണ്ടായ വളർച്ച, അതായത് ഈ 2025 എക്സ്പോർട്സിന്റെ ഓവറോൾ ഗ്രോത്ത് മൊത്തം വളർച്ച 4.8% എന്ന് പറഞ്ഞു. അതേ സമയത്ത് നമ്മുടെ ഇമ്പോർട്ട്സിന്റെ ഈ 2025 ഇമ്പോർട്ട്സിന്റെ ഇറക്കുമതിയുടെ ആകെ വളർച്ച 15% മുകളിലായിരുന്നു. ഇനി അതിൽ തന്നെ, അതായത് ഒക്ടോബർ മാസത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ സർവീസ് ഇമ്പോർട്ട്സ് 8.1% മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് 16.7% ഒക്ടോബറിൽ മാത്രമാണ് ഈ പറയുന്നത്. അതിൽ തന്നെ എങ്ങനെയാണ് ഈ മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് 16.7% ഉയർന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗോൾഡ് ഇമ്പോർട്ടാണ്. ഗോൾഡ് ഇമ്പോർട്ട് എത്രയായിരുന്നു എന്നാണ് പറയുന്നത്? 200% ഒക്ടോബറിലെ മാത്രം ഗോൾഡ് ഇമ്പോർട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഗോൾഡിൽ ഇത്ര ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങിക്കുക, ഇവിടുത്തെ കോർപ്പറേറ്റുകൾ വാങ്ങിക്കുക,
ബിസിനസ്സുകാർ വാങ്ങിക്കുക, വ്യക്തികൾ വാങ്ങിക്കുക, അതായത് ഉപഭോക്താക്കൾ വാങ്ങിക്കുക. ഇങ്ങനെ എല്ലാ കൂട്ടരും വാങ്ങുന്നത് കൊണ്ടാണ് ഗോൾഡിന്റെ ഇമ്പോർട്ട് വർദ്ധിച്ചു. അപ്പൊ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഒക്ടോബറിൽ തന്നെ 200% വർദ്ധിക്കുന്നു. ആ 200% വർധനവിൽ തന്നെ എന്തുകൊണ്ടാണ് ഒക്ടോബറിൽ തന്നെ സ്വർണത്തിന്റെ ഇമ്പോർട്ടിൽ ഇത്രയധികം വർധനവുണ്ടായത്? അതിന് നമ്മൾ പ്രധാനമായിട്ട് കാണിക്കേണ്ട പല കാരണങ്ങളുണ്ട്. മറ്റുള്ള നിക്ഷേപ മാർഗങ്ങൾ ഒക്കെ തന്നെ പ്രതീക്ഷയ്ക്കൊത്ത് എന്താ പറയുക വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നില്ല. പ്രതീക്ഷയ്ക്കൊത്ത് വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നില്ല. എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണത്തിന് വേറെ എന്തൊക്കെയാണ് നിക്ഷേപ സാധ്യതകൾ ഉള്ളത്? ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ മാർഗം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് എല്ലാ കാലത്തും വളരെ പ്രധാനമായി കണ്ടിരുന്ന ഒരു, പ്രത്യേകിച്ച് 1960-കൾ തൊട്ട് നിക്ഷേപമാണ് ഡോളർ. ഡോളർ എപ്പോഴും അതിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ആ ഡോളറിലേക്ക് നിക്ഷേപിക്കാം. അതും പോരെങ്കിൽ പിന്നെ ഡോളറിൽ നിക്ഷേപിക്കാം, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം, സ്വർണത്തിൽ നിക്ഷേപിക്കാം. ഈ മൂന്നുമാണ് സാധാരണ രീതിയിൽ എല്ലാവരും എന്താണ് ഏറ്റവും നല്ല നിക്ഷേപ മാർഗങ്ങളായി കാണുന്നത്. അതായത് ഭാവിയിൽ വാല്യൂ ഉറപ്പുവരുത്തുകയും വാല്യൂ അഡീഷൻ, അതായത് ലാഭം ഉണ്ടാവുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന 3 തരം മേഖലകളാണ് ഇത്. അപ്പൊ ഈ 3 മേഖലകൾക്കും എന്താണ് സംഭവിച്ചത്? ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്ന ശേഷം, അതായത് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ മുതൽ ഞാൻ ഡോളറിനെ ലോകത്തെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ കറൻസിയാക്കി മാറ്റും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പൊ ഈ ലോകത്തെ അമേരിക്കൻ കറൻസി എന്നും ഒന്നാമത് തന്നെയായിരുന്നു. ആ കറൻസിയെ പൂർവാധികം ശക്തമാക്കും എന്ന് പറഞ്ഞാണ് വന്നത്. അദ്ദേഹം വന്ന കാലം മുതൽ തന്നെ വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചു. വ്യാപാര യുദ്ധത്തിന് അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് ഒട്ടും താമസിയാതെ തന്നെ ആഗോള വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചു. അങ്ങനെ ആ ആഗോള വ്യാപാര യുദ്ധത്തിൽ അടിതെറ്റി ഒട്ടുമിക്ക കറൻസികളുടെയും മൂല്യം കുറയാൻ തുടങ്ങി. ഓഹരി വിപണികൾ ചാഞ്ചാടാൻ തുടങ്ങി. അവസാനം ഡോളർ തന്നെ ചാഞ്ചാടാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പൊ അതിനോടൊപ്പമാണ് വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ. ഒരു വശത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഗാസ ഇസ്രയേൽ യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം, ഉപരോധങ്ങൾ, അങ്ങനെ പല അനിശ്ചിതത്വത്തിന്റെ പല സൂചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആഗോള തലത്തിൽ ഒന്ന് കണ്ണോടിച്ചാല്. ഈ പറയപ്പെട്ട ഈ 2025 പ്രത്യേകതയായിരുന്നു ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് തുറുപ്പ് ചീട്ട്, ഈ താരിഫ് എന്ന തുറുപ്പ് ചീട്ട് വളരെ ശക്തമായി ഓരോ രാജ്യത്തിനുമെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഓഗസ്റ്റ് 27-നാണല്ലോ ഇന്ത്യയുമായിട്ട് തന്നെ 25%, അതായത് നിങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കുക, അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ട്സ് റഷ്യയിൽ നിന്നുള്ളത് കുറയ്ക്കുക. അത് റഷ്യയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കറൻസിയിൽ തന്നെ റഷ്യൻ റൂബിളും ഇന്ത്യൻ കറൻസിയും ഉപയോഗിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ. റഷ്യ ഇന്ത്യയിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട്. റഷ്യയിൽ നിന്നും നമ്മുടെ ഇന്ധന ആവശ്യം 40%-ഓളം ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മുടെ പൊട്ടാസ്യം, പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസറായ പൊട്ടാസ്യം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന്. അങ്ങനെ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ റഷ്യയുമായിട്ടുണ്ട്. അതൊക്കെ പക്ഷേ നമ്മുടെ കറൻസിയിൽ തന്നെയാണ്, ഡോളർ കറൻസിയിലല്ല. അതും അമേരിക്കയെ ചൊടിപ്പിച്ചു. അപ്പോ നമ്മൾ അങ്ങനെയുള്ള ഈ കറൻസി, അവനവന്റെ കറൻസിയിലുള്ള കൊടുക്കൽ വാങ്ങൽ നിർത്തണം, എണ്ണ വാങ്ങൽ റഷ്യയിൽ നിർത്തണം, മറ്റെവിടെ നിന്ന് വാങ്ങിയാലും നല്ലത്, ഏറ്റവും നല്ലത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയാൽ എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു ഇയാള് ട്രംപ് വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇന്ത്യ ഈൽഡ് ചെയ്യുന്നില്ല. പുൽവാമയിലെ യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് എന്ന് ട്രംപ് വാശി പിടിച്ചു. പക്ഷെ ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് തന്നെ അദ്ദേഹത്തിന്റെ വ്യാപാര യുദ്ധത്തിന്റെ മൂർച്ച കൂട്ടി. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി 25%
തീരുവ അതുവരെ ചുമത്തിയിരുന്നത് 50% അതായത് 100% ഇൻക്രീസ് എന്നും പറഞ്ഞ് വർദ്ധിപ്പിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ അങ്ങോട്ടുള്ള കയറ്റുമതി, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ കുറഞ്ഞു. അത് വലിയൊരു കനത്ത പ്രഹരമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അമേരിക്കയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം. അപ്പൊ ആ രാജ്യത്തേക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ പല ഉൽപ്പന്നങ്ങളും അമേരിക്കയ്ക്ക് വേണ്ടി, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന, ഉദാഹരണത്തിന് ജെംസ് ആൻഡ് ജ്വല്ലറി, വലിയ തോതിൽ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമാണ് ജെംസ് ആൻഡ് ജ്വല്ലറി. ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ പ്രത്യേകത നമ്മുടെ വിദേശ വരുമാനത്തിന്റെ, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് വരുമാനത്തിന്റെ ഏകദേശം 20% ജെംസ് ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ടാണ്. അതുവരെ 0 തീരുവയായിരുന്നു. ട്രംപ് 50% തീരുവ വർദ്ധിപ്പിച്ചതോടുകൂടി ആ എക്സ്പോർട്ട്സ് വലിയ പ്രതിസന്ധിയിലായി. അതുപോലെയാണ് തുകൽ ഉൽപ്പന്നങ്ങൾ, വസ്ത്രം, അതുപോലെ തന്നെ നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ, ഈ മേഖലകളിൽ, അതുപോലെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഈ മേഖലകളിലൊക്കെ കനത്ത തിരിച്ചടിയായി ഈ ട്രംപിന്റെ, അതായത് അതുവരെ ഏറ്റവും കൂടിയ 13% വരെയായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള, അതും ചില ഐറ്റത്തിന് മാത്രം. ഒട്ടുമിക്ക ഐറ്റം 0 ഇമ്പോർട്ട് ഡ്യൂട്ടിയിലായിരുന്നു അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നത്. അപ്പൊ ആ ഉൽപ്പന്നങ്ങൾക്കെല്ലാം 50% തീരുവ ഒറ്റയടിക്ക് വന്നതോടെ വലിയ പ്രതിസന്ധിയിലായി നമ്മുടെ കയറ്റുമതി. അപ്പൊ കയറ്റുമതി കുറഞ്ഞ് നമ്മുടെ എന്താ സംഭവിക്കുക? കയറ്റുമതി കുറഞ്ഞപ്പോൾ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് എടുത്തു ചാടി, പെട്ടെന്ന് വർദ്ധിച്ചു. കാരണം നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യത്തേക്കുള്ള കയറ്റുമതിയാണ് പെട്ടെന്ന് കുറഞ്ഞത്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടി തൽക്കാലം ഈ നഷ്ടങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടി ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് UK-യിലേക്ക്, മറ്റേ യൂറോപ്യൻ യൂണിയനിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് ഒക്കെ കയറ്റി അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും എഫേർട്ട് എടുക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാനോ ട്രേഡ് സർപ്ലസ് ഉണ്ടാക്കാനോ സഹായകമായില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. അങ്ങനെ ഈ ട്രേഡ് യുദ്ധം കാരണം കൊണ്ട് ഈ താരിഫ് 50% ഉയർത്തിയതോടെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിച്ചു. ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ രൂപയുടെ മൂല്യം താഴാൻ തുടങ്ങി. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടി 2025 മാത്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ $2600 കോടി വിറ്റഴിച്ചത്. ഡോളർ വിറ്റഴിക്കുന്നത് എപ്പോഴാണ്? ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശേഖരത്തിൽ നിന്ന് ഡോളർ എടുത്ത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയായിട്ട് പുറത്തേക്ക് വീഴുന്നു. അതോടെ ആ ഡോളറിന്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തപ്പെടുന്നു. പക്ഷെ ഈ ഒക്ടോബർ 5-ന് അതായത് അങ്ങനെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനമായിട്ട് ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും അതായത് അടുത്ത റീപ്പോ റേറ്റിലെ മാറ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിഭാവന ചെയ്തു. അതുകൊണ്ട് തന്നെ റീപ്പോ റേറ്റിലെ മാറ്റം വരുമെന്ന് മാത്രമല്ല, ഒക്ടോബർ എൻഡോടുകൂടി അതിനു മുൻപ് തന്നെ ട്രേഡ് ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയും പിന്നെ ഇന്ത്യയും തമ്മിൽ ട്രേഡ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ. അപ്പൊ ട്രേഡ് ടോക്കിന്റെ ഫലമായിട്ട് ഈ എത്രയും നേരത്തെ തന്നെ ഒരു വ്യാപാര കരാറിൽ ഒപ്പിടും. അതോടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മാറും, രൂപയുടെ മൂല്യം തിരിച്ചു കയറാൻ തുടങ്ങും എന്നൊക്കെയുള്ള ധാരണ കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്ടോബർ കഴിഞ്ഞ്, അതായത് ഓഗസ്റ്റ് മാസത്തിലും ഓഗസ്റ്റിൽ $771 കോടി വിറ്റു. സെപ്റ്റംബറിലാണെങ്കിൽ $790 കോടി വിറ്റു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒക്ടോബർ ആയപ്പോഴേക്കും ആ വിൽപ്പന നിർത്തി. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ സൂചിപ്പിക്കണം. പക്ഷെ നമുക്ക് കിട്ടുന്ന സൂചകങ്ങൾ അനുസരിച്ച് ഒന്നാമത് തന്നെ സെപ്റ്റംബറിലാണല്ലോ ജി എസ് ടിയുടെ പിന്നെ റീസ്ട്രക്ചറിങ് നടന്നത്. അതുപോലെ വില നിലവാരം 0.25% ഉപഭോക്തൃ വിലകൾ താണു. പിന്നെ റീപ്പോ റേറ്റ് കുറയ്ക്കാൻ ഇരിക്കുകയായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാകാം വീണ്ടും ഡോളർ പുറത്ത് വിൽക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിക്കാതിരുന്നത്. ഏതായാലും ഒക്ടോബർ വളരെ ചീത്ത ഒരു മാസമായിരുന്നു. ഒക്ടോബർ ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വളരെ വർദ്ധിക്കുന്നു.
സ്വർണത്തിന്റെ വിലയിൽ വലിയ തോതിൽ ചാഞ്ചാട്ടം തുടങ്ങുന്നു. അങ്ങനെ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതായത് യഥാർത്ഥത്തിൽ കറൻസിയുടെ മൂല്യം വീണ്ടും കുറഞ്ഞ് ഇപ്പൊ നമുക്കറിയാം ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ വലിയ ചാഞ്ചാട്ടമായിരുന്നു. ഡിസംബറിൽ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം 90 രൂപ 90.56 90 രൂപ 56 ഈസ് ഈക്വൽ ടു $1 എന്ന രീതിയിൽ രൂപയുടെ താഴേക്ക് പോകുന്നു. അങ്ങനെ അപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് ടോക്ക് നടന്ന് വ്യാപാര തീരുമാനമായി കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം വീണ്ടും പതുക്കെ മുകളിലേക്ക് വരും, ഇപ്പോഴത്തെ ദുരവസ്ഥ മാറും എന്ന ധാരണയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ സമയത്തെല്ലാം എന്താണ് സംഭവിക്കുന്നത്? വ്യക്തികൾക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റ് താഴാൻ തുടങ്ങി. ഷെയർ മാർക്കറ്റിൽ വലിയ ഇടിവ് സംഭവിക്കാൻ, നെഗറ്റീവ് ഗ്രോത്ത്, ഷെയർ മാർക്കറ്റിൽ ഇത് നെഗറ്റീവായി. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇങ്ങനെ കടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദേശ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ, ഇവരെല്ലാം വിറ്റ് അഴിക്കാൻ തുടങ്ങി. നമ്മുടെ ഓഹരി വിപണിയിലെ അവർ വാങ്ങിയിരുന്ന ഷെയറുകൾ വിറ്റഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഓഹരി വിപണി താഴേക്ക് പോകുന്നു. ഓഹരി വിപണി താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇന്ത്യക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഓഹരി വിപണിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. അമേരിക്കൻ ഡോളർ ആണെങ്കിലും സ്ട്രോങ് അല്ലാതിരിക്കാൻ കാരണം അവിടെയും 0.25% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ ആ കറൻസി ചീപ്പ് ആവുക ചെയ്യുന്നത്. നമ്മുടെ കറൻസിയുമായിട്ട് കമ്പാരിസൺ അല്ലല്ല, ഡോളർ പൊതുവെ കുറച്ച് വാല്യൂ കുറയുന്നു. അപ്പൊ പിന്നെ ആ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യൻ കറൻസിയിൽ നിക്ഷേപിച്ചാൽ പറ്റത്തില്ല, ഇന്ത്യൻ കറൻസി വാല്യൂ താണുകൊണ്ടിരിക്കുന്നു, ഡോളർ കറൻസിയുടെ വാല്യൂവും താണുകൊണ്ടിരിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടും നഷ്ടത്തിലും പോകുന്നു. ആ സാഹചര്യത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മാധ്യമം ഒന്ന് മാത്രമാണുള്ളത്, അത് സ്വർണമാണ്. അപ്പൊ സ്വർണത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല രീതികൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഒന്നാമത് സ്വർണത്തിന്റെ തന്നെ ETF, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ്, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ടില് സ്വർണത്തിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ സ്വർണത്തിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഷെയർ മാർക്കറ്റിലെ ഷെയറുകൾ വിറ്റ് ഒഴിവാക്കുകയോ വാങ്ങി കൂട്ടുകയോ ചെയ്യുന്നത് പോലെ സ്വർണത്തിന്റെ വില കൂടുമ്പോൾ ഇവർ വിറ്റൊഴിവാക്കും. എന്താണ്? ലാഭം എടുക്കാൻ. സ്വർണത്തിന്റെ വില കുറയുമ്പോൾ ഈ ETF-കാരെ വാങ്ങിക്കും. എന്തിനാണ്? വില കുറഞ്ഞ് സ്വർണം വാങ്ങാൻ. അപ്പൊ അങ്ങനെ വിൽപ്പനയും വാങ്ങലും ഒക്കെ ക്രമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡ് ETF, അതായത് മ്യൂച്വൽ ഫണ്ട്സ് പോലെയാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് എന്നിട്ട് അതിന്റെ മൂല്യം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് വിൽക്കുക, വാങ്ങുക, ഈ പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വർണത്തിൽ തന്നെ നിക്ഷേപിക്കുന്നു, സ്വർണത്തിന്റെ ETF-ൽ, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡിൽ നിക്ഷേപിക്കുന്നു. ആ തരത്തിലെ എല്ലാ വകയിലും സ്വർണത്തിൽ തന്നെ നിക്ഷേപം കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിന്റെ കാരണം മറ്റ് സോഴ്സസ് ഒക്കെ, അതായത് ഡോളറും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും ഒരു വിശ്വസനീയമല്ല എന്ന ഒരു രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആണ്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് 1,00,000-ന് മുകളിൽ പോകില്ല എന്ന് പറയാൻ നമുക്ക് ഒക്കില്ല. അത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? എപ്പോഴാണോ ഇന്ത്യയും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇത്ര വില കൂടിയിരിക്കുമ്പോഴാണ് 200% ഇമ്പോർട്ട് സ്വർണത്തിന്റെ ഒക്ടോബറിൽ തന്നെ 200% വർധനവാണ് സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ ഉണ്ടായത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയാറുണ്ട്, ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% വിൽക്കുന്നത് കേരളത്തിലാണെന്ന്. അപ്പൊ നമുക്കറിയാം ഇതുപോലെ സ്വർണത്തിന്റെ വിലയിൽ വർധനവുണ്ടായപ്പോ, ഇമ്പോർട്ടിൽ വർധനവുണ്ടായപ്പോ ആ ഇമ്പോർട്ടിന്റെ ഒരു ഭാഗം കേരളത്തെയും ബാധിച്ചിട്ടുണ്ട്. കേരളവും അതിന് അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗോൾഡ് അതിന്റെ വില ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് നാം പ്രതീക്ഷിക്കേണ്ടത്? നാം പ്രതീക്ഷിക്കേണ്ടത് മറ്റൊന്നുമല്ല, ട്രംപും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറ് ഒപ്പിടുന്നു എന്ന് വച്ചോളൂ. അത് ഓഗസ്റ്റിലെ തുടങ്ങിയതാണ് ചർച്ചകൾക്കുള്ള ആരംഭം. വളരെ സീരിയസ് ആയിട്ട് പലവട്ടം ചർച്ചകൾ നടന്നു കഴിഞ്ഞു.
ഈ ആഴ്ചയില് എന്ന് പറഞ്ഞാണ് ഓരോ പ്രാവശ്യവും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ ക്രിസ്മസിന് മുൻപ് തന്നെ ഈ ട്രേഡ് കരാറിൽ ഒപ്പുവെക്കാം. അങ്ങനെ ട്രേഡ് നമ്മുടെ ഇപ്പോഴത്തെ ഈ 50% നിൽക്കുന്ന ഡ്യൂട്ടി താഴേക്ക് ഒരു 20%-ലേക്കോ 15%-ലേക്കോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ നില മെച്ചപ്പെടും. എന്ന് വെച്ചാല് 100-ലേക്ക് നില മെച്ചപ്പെടുക വെച്ചാൽ വില കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഉപഭോക്താക്കളെ സംബന്ധിച്ച് സ്വർണത്തിന്റെ വില മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ വില സ്ലൈഡ് ഡൗൺ ചെയ്യുക, താഴേക്ക് വരിക. അങ്ങനെ താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വന്ന് കുറച്ചും കൂടി ആശ്വാസകരമായ രീതിയിൽ എത്തും എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. പക്ഷേ അത് ഗോൾഡ് ETF-കാരെ സംബന്ധിച്ച് ഇഷ്ടമുള്ള സംഗതി ആയിരിക്കില്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണം ഉയർന്ന വിലയ്ക്ക് വിൽക്കണം എന്ന് തന്നെയായിരിക്കും. ഏതായാലും സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ച് 100-ന് മുകളിലേക്ക് പോകാൻ പാടില്ല. അതിന് താഴെ വെച്ച് തന്നെ അതിന്റെ വില സ്ഥിരം താഴേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതിന് നമ്മുടെ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുക തന്നെ ചെയ്യണം. വ്യാപാര കരാറിൽ ഒപ്പുവെക്കുക. അത് തന്നെയല്ല, ഇപ്പോ ട്രംപ് കുറച്ചൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പുൽവാമയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് ട്രംപ് പറയണതാണ് ശരി എന്ന് അംഗീകരിക്കുന്നില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. കാരണം ഇപ്പൊ ഒരു പുതിയ ത്രികോണം വരുന്നുണ്ട്. റഷ്യ, ചൈന, അമേരിക്ക. ഇവർ 3 കൂട്ടരും കൂടെ ഒന്നിച്ചു നിൽക്കുക. ആ തരത്തിലേക്ക് അങ്ങനെ വരികയാണെങ്കിൽ നല്ലതാണ്. ഒരു 3ാം ലോക മഹായുദ്ധം നമുക്ക് പ്രതീക്ഷിക്കേണ്ട, ആ ഭയവും വേണ്ട. അങ്ങനെ വരുന്ന പക്ഷം യുക്രൈൻ പ്രശ്നങ്ങളും തീരും. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയയില് യഹൂദന്മാർക്കെതിരെ അവിടെ നടന്ന എന്തോ ആഘോഷ പരിപാടിക്കെതിരെ എന്താണ് പറയുക, ബോംബാക്രമണം ഉണ്ടായതും കുറച്ചു പേര് മരിച്ചതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ എവിടുന്നെങ്കിലുമൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എങ്കിൽ പോലും ഈ 3 ശക്തികൾ, ചൈന, അമേരിക്ക, റഷ്യ, ഈ 3 ശക്തികൾ ഒരു ത്രികോണം പോലെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക സമാധാനത്തിന് അത് കുറച്ചും കൂടി കരുത്താകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതുകൊണ്ട് സ്വർണത്തിന്റെ വില കുറയില്ല. സ്വർണത്തിന്റെ വില കുറഞ്ഞു വരണമെങ്കിൽ ഇന്ത്യ US ട്രേഡ് കരാർ ഉണ്ടാകണം. ആ ട്രേഡ് കരാർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ല ലോകത്ത് സമാധാനം ഉണ്ടായാലും സ്വർണത്തിന്റെ വിലയില് വലിയ മാറ്റങ്ങളില്ലാതെ കുറച്ച് താഴേക്ക് വരും തീർച്ചയായിട്ടും. ഇന്ത്യ US കരാർ നടപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കരാർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില കുറഞ്ഞു വരും. കാരണം അത് വഴിയായിട്ട്, അതായത് ആ ട്രേഡ് കരാർ വഴിയായിട്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയും, നമ്മുടെ കറൻസിയുടെ മൂല്യം വർദ്ധിക്കും, അമേരിക്കൻ കറൻസിയുടെ മൂല്യവും വർദ്ധിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ കറൻസിയിലാകാം, ഇന്ത്യൻ കറൻസിയിലാകാം, സ്റ്റോക്ക് മാർക്കറ്റിലാകാം, സ്വർണത്തിലാകാം. അങ്ങനെ 3-4 ഓപ്ഷൻസ് വരുന്നതോടുകൂടി സ്വർണത്തിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ആ ധാരണ മാറിപ്പോകുന്നു. അങ്ങനെ സ്വർണം ഈ 4 ഉപാധികളിൽ ഒന്ന് മാത്രമായി മാറുന്നു. ഇന്ത്യൻ കറൻസി ഇന്ത്യക്കാർക്ക് മാത്രമാണ് ഒരു ഉപാധിയാകുന്നത്, മറ്റു രാജ്യക്കാർക്ക് ആർക്കുമില്ല. അപ്പൊ അങ്ങനെ സ്വർണത്തിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകും. അത് ഈ ട്രേഡ് പാക്ട് ഡിസംബറിൽ ക്രിസ്മസിന് മുൻപേ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.